ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലെഗസി പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു 4 വെറൈറ്റിയാണ് ലെഗസി പ്ലാന്റിലുള്ളത്. അതിൻ്റെ 4 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ വെറൈറ്റി ലെഗസിയാണ് കേട്ടോ. ഇതിനൊരു പിങ്ക് ലൈനാണ് സെൻറ്ററിൽ വരാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാ നോർമൽ വെറൈറ്റി ലെഗസി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് പിങ്ക് ലെഗസി, അതേപോലെ വൈറ്റ് ലെഗസി, പിന്നെ ഗ്രീൻ ലെഗസി. അപ്പോൾ ഈ 4 ലെഗസിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പ്ലാന്റാണ് കേട്ടോ, ലെഗസിയുടെ നമ്മളെ നോർമൽ വെറൈറ്റിയുടെ. അതേപോലെ ഈ പിങ്ക് ലെഗസിക്ക് റേറ്റ് കുറവാണെങ്കിലും നല്ല ഭംഗി തന്നെയാണ് പിങ്ക് ലെഗസി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ലെഗസി. വൈറ്റ് ലൈനാണ് ഇതിൻ്റെ സെൻറ്ററിൽ കാണുക. അതേപോലെ ഈ ഒരു പ്ലാന്റിന് നല്ല ഡാർക്ക് പിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് ലെഗസി. പിങ്ക് ലെഗസി കാണാൻ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ലെഗസി പ്ലാന്റിൽ ഏറ്റവും ഭംഗി ഈ പിങ്ക് ലെഗസിയാണ്. ഇതാണ് ഗ്രീൻ ലെഗസി കേട്ടോ. ഇതൊന്ന് ഈ വൈറ്റ് ലെഗസിയും പിന്നെ അതേപോലെ ഈ ഗ്രീൻ ലെഗസിയും നല്ല റേറ്റുള്ള പ്ലാന്റ്സുകളാട്ടോ. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, ബുഷിയായിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് വളർന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പിങ്ക് ലെഗസി കേട്ടോ. ഒരുപാട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇതേ ഉള്ളൂ, ഒക്കെ സെയിലായിട്ടുള്ളതാണ്. ഇതിൽ തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണത്. പിന്നെ അതേപോലെ ലൈറ്റ് കിട്ടുന്ന ഷെയ്ഡിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ നല്ല ഈ പിങ്ക് കളറ് കയറി വരും കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഇത്ര ഒന്നും കളറ് കാണാറില്ല. അപ്പോൾ ഇത്തരം പ്ലാന്റുകളൊക്കെ നല്ല സൺലൈറ്റ് വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. കൂടുതൽ സൺലൈറ്റുള്ള ഭാഗത്തൊന്നും അഗ്ലോണിമ പ്ലാന്റ്സുകൾ വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഗ്രീൻ ലെഗസി. ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് വൈറ്റ് ലെഗസിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ലൈനൊക്കെ വൈറ്റ് കളറായിട്ട് വരും, ഇത് പിങ്ക് കളറായിട്ട് വരും. അതേപോലെ ഗ്രീൻ ലെഗസിക്ക് വൈറ്റ് കളറ് ലൈനാണ് കേട്ടോ വരിക. അപ്പോൾ ഇങ്ങനെയാണ് 4 വെറൈറ്റീസ് ഉള്ളത്. കണ്ടില്ലേ, ഇതിന് വൈറ്റ് ലൈനാണ് വരുന്നത്. അതേപോലെ പിന്നെ ഷെയ്ഡിലേക്ക് വരുന്ന ആ ലൈനുകളൊക്കെ വൈറ്റ് കളർ തന്നെ. ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീനുമാണ് കേട്ടോ ലീഫിനുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ലെഗസിയുടെ വെറൈറ്റീസ്. അതുപോലെ തന്നെ വളരെ റെയറായിട്ടുള്ള നല്ല റേറ്റുള്ള പ്ലാന്റ്സുകൾക്ക് പിന്നെ തൈകൾ വരാത്തതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ടിപ്സ് കൂടെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത് ആരും ചെയ്തിട്ടില്ലാത്തൊരു ടിപ്സ് ആയിരിക്കും, ആരും പറയാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അതും നല്ല റേറ്റുള്ള ഒരു പ്ലാന്റിൽ തന്നെയാണ് ഞാനത് ചെയ്ത് നോക്കിയത്. ഒരു പരീക്ഷണം പോലെ ചെയ്തതാണ്. അത് വളരെ നന്നായി അതിനൊരു തൈയൊക്കെ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വെറൈറ്റീസ് അഗ്ലോണിമകളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരേ നെയിമുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സുകൾ കാണിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വീഡിയോസിലും ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് വേണ്ട വളങ്ങളെക്കുറിച്ചും അതേപോലെ തൈകൾ വരാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ എൻ്റെ പിങ്ക് ലെഗസി വെറൈറ്റീസ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.